കർത്താവ് ഇങ്ങനെ പറയുന്നു, അതെ ഞാൻ നിനക്ക് കവാടത്തിലുമായി ഉണ്ട്. ആരെങ്കിലും ആ വാതിലിൽ തുറന്ന് തന്നാൽ ഞാൻ ഞാൻ നിങ്ങളോട് കൂടി അത്താഴം കഴിക്കുകയും ചെയ്യും. നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്നിവിടെ ഉണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയാതെ ഇന്ന് ഈ റൂമിൽ വന്നിരിക്കുന്ന ഒരാളും പുറത്തു പോകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, കർത്താവേ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി. ഇന്നിവിടെ നിർത്തുന്ന കർത്താവ് ദൈവമേ, ഈ കുഞ്ഞു കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിരവധിയായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഇവരെല്ലാം ആയിരിക്കും, ഞങ്ങളെല്ലാം ആയിരിക്കും. അതേ കർത്താവേ, അങ്ങ് പേര് ചൊല്ലി വേർതിരിച്ചൊരു സമൂഹം, അതേ കർത്താവേ, അങ്ങ് സ്നേഹിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ആരുടെ വന്നിട്ടുണ്ട്. അങ്ങ് പേര് ചൊല്ലി വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നില്ല. ഞങ്ങളിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് ഞങ്ങളെ കണ്ടിട്ടാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പ യേശുവേ, അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ദൂരസ്ഥനായ ഒരു ദൈവമല്ല, അങ്ങനെ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് നമുക്കൊന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇന്ന് നമുക്ക് എന്താണ് നമ്മുടെ ആശ്രയം? നമ്മുടെ ആശ്രയം എന്താണ്? നമ്മുടെ ആശ്രയം കർത്താവാണോ? നമ്മുടെ ആശ്രയം അതോ ഇന്ന് ഭൂമിയിലുള്ള, അതിൽ നമ്മുടെ കൂട്ടുകാരിലാണ്, നമ്മുടെ ഭവനത്തിലുള്ള ആളുകളിലാണ് നമ്മുടെ ആശ്രയം, അതും നമ്മുടെ കർത്താവിലാണ്. ഈ ലോകത്തിൽ നമുക്കുള്ള വളരെ കുറച്ച് സമയം, അതെ ഏറിയാൽ 70 എന്ന് വചനം പറയുന്നത്. നമുക്ക് നാളെയൊന്നും മറ്റന്നാളൊന്നും നമുക്ക് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളത് കാണുന്നില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കിത് ജീവിക്കുവാൻ, അതെ കർത്താവിൽ ഒരു വലിയൊരു വിശ്വാസം, അതെ ആ ഒരു സീഡ്, അതെ ആ ഒരു വിത്ത്, ഇന്ന് നമ്മുടെ ആ വിശ്വാസത്തിന്റെ വിത്ത്, ആ ഒരു ആശ്രയത്തിന്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നഗരം തുറന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? ഒന്ന് ചിന്തിക്കാമോ? ഇവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വ്യത്യാസമില്ല, ഒരു സഭാ വ്യത്യാസമില്ല. ഇവിടെ നമുക്ക് യാതൊരു വിധത്തിലും നീ എന്നോ ഞാനോ ഒരു വ്യത്യാസമില്ല. കർത്താവിൽ നമ്മളെല്ലാവരും ഒന്ന് കർത്താവിനെ വായി തുറന്ന് ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ ആരാധിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. അത് വിടുതലുകൾ സംഭവിക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ. അതേ കർത്താവ് ആവശ്യങ്ങളിൽ കർത്താവ് ഇരിക്കുന്ന ജനങ്ങളാണ് എന്റെ ദൈവമേ. ഭവനത്തിന്റെ ഉള്ളിൽ, ഭവനത്തിന്റെ പുറത്ത് യേശു കർത്താവിന്റെ ചലനം സംഭവിക്കുവാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവ് നിറയപ്പെട്ടവരായിട്ട് അതേ കർത്താവെ ഇവരായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം യേശു കർത്താവിനുള്ള ആശ്രയത്തിൽ കർത്താവ് വചനം ഞങ്ങൾ ആയിരിക്കുവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയം ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആച്ചരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇലകൾ പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതെ, നമ്മുടെ ആശ്രയം യേശു കർത്താവാണെങ്കിൽ നമ്മൾ ഉഷ്ണം വന്നാലും നമ്മൾ തളരുകയില്ല. വളർച്ച ഉള്ള കാലത്താണെങ്കിൽ പോലും അതിന്റെ ഡ്രൈനസിന്റെ ഒരു വരൾച്ചയുള്ള കാലത്താണെങ്കിൽ പോലും നമ്മൾ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് നമുക്ക് രക്ഷയായിരിക്കുക.